ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ബോമ ഫ്രഷ്. ഉച്ച സമയത്ത് ചോറും പാത്രത്തിലോ അല്ലെങ്കിൽ പൊതിച്ചോറിനൊപ്പമോ വീട്ടിൽ നിന്നും തന്നുവിടുന്ന കറികൾ എന്തെല്ലാമാണെന്ന് വളരെ ആകാംക്ഷയോടെ എത്തി നോക്കുന്ന ഒരു കുട്ടിക്കാലത്തെ ഒരു നിധി പോലെയല്ലേ നമ്മൾ മലയാളികൾ നെഞ്ചിലേറ്റുന്നത്. വയറും മനസ്സും ഒരുപോലെ നിറയ്ക്കുന്നതും എന്നാൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഉച്ചയൂണിൻ്റെ ഒരു സീരീസാണ് ഇന്ന് മുതൽ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ മെനു ഒന്ന് നോക്കാം. ചോറും അച്ചാറും ഒഴികെയുള്ള കറികളാണ് ഞാനിവിടെ കാണിക്കുന്നത്. ആദ്യം നമുക്ക് ക്യാബേജ് തോരനുള്ള ഒരു കൂട്ട് റെഡിയാക്കാം. തേങ്ങ, ജീരകം, ചെറിയ ഉള്ളി എന്നിവ സാധാരണ രീതിയിൽ ഒതുക്കിയെടുക്കുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായാണ് ഇത് ചെയ്യുന്നത്. ഇതിനായി ഒരു ചെറിയ ക്യാബേജ് നന്നായി കഴുകി അരിഞ്ഞെടുക്കുക. ഏകദേശം ഒരു 2.5 കപ്പോളമാണ് എനിക്കിതിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. തേങ്ങ കൂടുതലായി വേണ്ടവർക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തത് 1/2 സവാള പൊടിയായി അരിഞ്ഞത്, ചെറുതായി നുറുക്കിയ പച്ചമുളക് 2 എണ്ണം, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. ജീരകം ചതച്ചാണെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 തണ്ട് കറിവേപ്പില, പിന്നെ പാകത്തിനുള്ള ഉപ്പ്. ഇത്രയും ചേർത്ത് 2 മിനിറ്റ് കൈകൊണ്ട് നന്നായി തിരുമ്മി പിടിപ്പിക്കുക. ഇനി ഇതൊരു മൂടി കൊണ്ട് മൂടി ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് എളുപ്പത്തിലുള്ളൊരു തേങ്ങാ ചമ്മന്തി അരച്ചെടുക്കാം. ഇതിനു വേണ്ടി ഒരു 3.5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, 2 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഉപയോഗിക്കാം. ഒരു ചെറിയ കഷ്ണം വാളൻപുളി, 1 തണ്ട് കറിവേപ്പില, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് വെള്ളം തൊടാതെ ഇത് അരച്ചെടുക്കണം. ഇത് ഫൈനായിട്ട് അരയേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 1/2 മുതൽ 3/4 ഭാഗം വരെ അരഞ്ഞാൽ മതി. അങ്ങനെ റെഡ് കളറിലുള്ള തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ക്യാബേജ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇത് നന്നായി കാഞ്ഞു വരുമ്പോൾ 1 ടീസ്പൂൺ കടുകും അത് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്നും 2 വറ്റൽമുളകും ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് തിരുമ്മി വെച്ചിട്ടുള്ള ക്യാബേജ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതെല്ലാം ഒന്ന് സെൻറ്ററിലേക്കാക്കി തട്ടിപ്പൊത്തി വെച്ച ശേഷം 1 മിനിറ്റ് കൂടെ മൂടി വെച്ച് കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കണം. 1 മിനിറ്റിന് ശേഷം തുറന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇതുപോലെ മൂടി വെച്ച് വേവിച്ചെടുക്കുക. ക്യാബേജ് എല്ലാം ഇപ്പോൾ ആവി കയറി തേങ്ങയുടെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ടാകും. ഇനി തുറന്ന് വെച്ച് ഇടയ്ക്കിടയ്ക്കായി ഇളക്കി കൊടുത്ത് ഇതിനെ വേവിച്ചെടുക്കണം. അങ്ങനെ നല്ല അടിപൊളി സ്മെല്ലോടും നല്ല ടേസ്റ്റോടും കൂടിയിട്ടുള്ളൊരു ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് പാവയ്ക്ക മെഴുക്കുപുരട്ടിയാണ്. ഒരു ചീനച്ചട്ടിയിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. അടുത്തായി ഇതിലേക്ക് ചേർക്കേണ്ടത് ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള പാവയ്ക്കയാണ്. പാവയ്ക്ക ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പാവയ്ക്ക കനം കുറച്ചരിഞ്ഞാൽ എളുപ്പം ഇത് വെന്ത് കിട്ടും. കൂടെ 1 തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളക് കീറിയതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പാവയ്ക്ക് ഒരു പകുതിയോളം വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർക്കുക. സവാള ഇതിലേക്ക് ചേരുമ്പോൾ തന്നെ ഇതിൻ്റെ കയ്പ്പൊന്ന് കുറച്ച് കുറഞ്ഞു കിട്ടുന്നതാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വേവിക്കുക. ഇതെല്ലാം വാടി വന്ന ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി ഇതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറ്റിയെടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായി മിക്സ് ചെയ്ത് മുരിഞ്ഞു വരുമ്പോൾ ഇതൊരു സെർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. ഇനി സംഭാരം തയ്യാറാക്കാം. ഇതിനായി ഒരു 1/2 കപ്പ് തൈരിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് കട്ടയില്ലാതെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ചെറിയ ഉള്ളി, 1 ചെറിയ പീസ് ഇഞ്ചി, 1 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില ഇത്രയും ചതച്ച് ചേർത്ത് ഇളക്കി കൊടുക്കുക. അങ്ങനെ സംഭാരവും ഇപ്പോൾ റെഡിയാണ്. ഇപ്പോൾ ചോറും കറികളും എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് വിളമ്പാം. ആദ്യം പൊന്നിയരി കൊണ്ടുള്ള തൂവെള്ള ചോറ്, ചുവന്ന തേങ്ങാ ചമ്മന്തി, ക്യാബേജ് തോരൻ, പാവയ്ക്ക മെഴുക്കുപുരട്ടി, നാരങ്ങ അച്ചാർ, പിന്നെ ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില എന്നിവ ചതച്ചിട്ട് നല്ല പച്ചമോരും. അങ്ങനെ വളരെ സിമ്പിൾ ആൻഡ് ഹംബിളായിട്ടുള്ള തനി നാടൻ ഉച്ചയൂണ് റെഡിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.